ഹലോ നമസ്കാരം. തുടർ തോൽവികളുമായിട്ട് എലിമിനേറ്ററിലേക്ക് എത്തിയ രാജസ്ഥാൻ റോയൽസിന് പലരും ഒരു സാധ്യതയും കൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു യാഥാർത്ഥ്യം. കാരണം നമുക്കറിയാം, എതിരാളികൾ RCB ആണ്. ഈ ഒരു സീസണിൽ അവിശ്വസനീയമായിട്ടുള്ള ഒരു ഗ്രേറ്റസ്റ്റ് കംബാക്ക് നടത്തിയിട്ടുള്ള RCB, തുടർച്ചയായി 6 വിജയങ്ങൾ നേടിയ RCB. എന്നാൽ രാജസ്ഥാൻ റോയൽസ് ആവട്ടെ തുടർച്ചയായിട്ടുള്ള 4 കളികളും തോറ്റിട്ടാണ് വരുന്നത്. പക്ഷേ ജോസേട്ടൻ ഇല്ലാത്ത രാജസ്ഥാൻ റോയൽസിനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു സഞ്ജു സാംസൺ. ടോസ് നേടി ബൗളിംഗ് തിരഞ്ഞെടുത്ത നായകൻ സഞ്ജുവിന്റെ ഒരു തീരുമാനം ശരിവെക്കുന്ന ബൗളിംഗ് പ്രകടനമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. മികച്ച രീതിയിൽ ബൗൾ ചെയ്തുകൊണ്ട് അവർ RCBയെ പൂട്ടിയത് 8 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് എന്ന നിലയിലാണ്. അങ്ങനെ ജയ്സ്വാളിന്റെ കരുത്തിൽ മികച്ച തുടക്കം തന്നെ കിട്ടിയ രാജസ്ഥാൻ റോയൽസിന് ആ ഒരു സ്കോർ എന്നുള്ളത് അത്ര വലിയ പ്രശ്നമായിട്ട് മാറുന്നുമില്ല. എന്നാൽ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് ഹൃദയം കൊണ്ട് പന്തെറിഞ്ഞ RCB ബൗളർമാര് ആ ഒരു മാച്ച് പിന്നീട് കൂടുതൽ ആവേശത്തിലേക്ക് മാറ്റുകയായിരുന്നു. പക്ഷേ വിജയം അത് രാജസ്ഥാൻ റോയൽസിന് നിർബന്ധമായിരുന്നു. അതവർ പിടിച്ചു വാങ്ങുകയും ചെയ്തു. ഇനി സഞ്ജു സാംസണും പിള്ളേർക്കും ഒരൊറ്റ വിജയം കൂടി സ്വന്തമാക്കിയാൽ അവർക്ക് ആ ഒരു കടമ്പ, ഫൈനലിലേക്കുള്ള വലിയ കടമ്പ കടക്കാൻ പറ്റും. ഏതായാലും മിന്നും ഫോമിലുള്ള RCBയെ തോൽപ്പിച്ച ശേഷം സംസാരിച്ച ക്യാപ്റ്റൻ സഞ്ജു സാംസൺ വിജയത്തിൽ സന്തോഷമുണ്ടെന്നും ടീം അവസരത്തിനൊത്ത് ഉയർന്നു കളിക്കുകയും ചെയ്തിട്ടുണ്ടെന്നൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. സഞ്ജു പറഞ്ഞ ചില കാര്യങ്ങൾ എങ്ങനെയാണ്: ക്രിക്കറ്റും ജീവിതവും നമ്മെ പഠിപ്പിച്ചത് നമുക്ക് നല്ലതും ചീത്തയുമായിട്ടുള്ള ചില സമയങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു മോശം സമയത്തിൽ നിന്ന് തിരിച്ചു വരാനുള്ള വ്യക്തിത്വം നമുക്ക് ഉണ്ടാകണം എന്നതാണ് സഞ്ജു സാംസൺ മത്സരശേഷം പറയുന്നത്. വി ലുക്ക് അറ്റ് ദ ഫീൽഡ് സെറ്റ് ആൻഡ് പ്ലാനിംഗ്. ദ ക്രെഡിറ്റ് ഹാസ് ടു ഗോ ടു സംഘ ആൻഡ് ദ ടീം ഓഫ് സപ്പോർട്ട് സ്റ്റാഫ് ഫോർ ഡിസ്കസിംഗ് ദ ടാക്ടിക്സ്. ഇന്ന് ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണ്. സഞ്ജു പറയുന്നു, ഇന്ന് ഞങ്ങൾ ഫീൽഡ് ചെയ്യുന്ന രീതിയിലും ബാറ്റ് ചെയ്തതിലും ബൗൾ ചെയ്തതിലും ഒക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ബൗളർമാർക്കാണ് എല്ലാ ക്രെഡിറ്റും. അശ്വിനും ആവേശവും മികച്ച രീതിയിൽ തന്നെയാണ് പന്തെറിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സഞ്ജു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഇഫ് യു ലുക്ക് അറ്റ് അവർ ബാറ്റിംഗ് യൂണിറ്റ്, ദർ ഇസ് എ ലോട്ട് ഓഫ് യങ്സ്റ്റേഴ്സ്. ഞങ്ങളുടെ ബാറ്റിംഗ് യൂണിറ്റിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് യുവ താരങ്ങളുണ്ട്. ദേ ആർ 22 years old. ദേ ആർ ലെസ് എക്സ്പീരിയൻസ്ഡ് ബട്ട് ദേ പ്ലേഡ് വെൽ. അവർക്ക് ഒരുപാട് പരിചയ സമ്പത്തൊന്നുമില്ല, പക്ഷെ അവരും മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തിട്ടുണ്ടെന്നും സഞ്ജു പറയുന്നുണ്ട്. അതെ, ജയ്സ്വാളിനെ കുറിച്ച് തന്നെയായിരിക്കും പറയുന്നത്. കാരണം നമുക്കറിയാം, അദ്ദേഹം ഈ ഒരു സീസണിൽ മിക്ക കളികളിലും ഫോം ഔട്ട് ആവുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇന്നലെ ടീമിന് എന്താണോ ആവശ്യം, ആ ഒരു നിർണായക മത്സരത്തിൽ RRന് വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ ജയ്സ്വാൾ നൽകിക്കൊണ്ട് തന്നെയാണ് മടങ്ങിയതും. അതൊരു കിടിലൻ ബാറ്റിംഗ് തന്നെ യശസ്വി ജയ്സ്വാൾ ഇന്നലെ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ പരിശീലകരായിട്ടുള്ള സംഘക്കാര ഷൈൻ ബോണ്ട് എന്നിവരെ കുറിച്ചും സഞ്ജു സാംസൺ പറയുന്നുണ്ട്. അവരാണ് എപ്പോഴും എതിരാളികളെ പഠിക്കുന്നതും എതിർ ബാറ്റർമാർ എന്ത് ചെയ്യുമെന്നും ഏത് ഫീൽഡ് സജ്ജീകരിക്കണമെന്ന് കണ്ടെത്തുന്നതും. അവർ ഹോട്ടൽ മുറികളിൽ ഈ ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഒരുപാട് സമയം നിന്ന് ചിലവഴിക്കുന്നുണ്ടെന്ന് കൂടി സഞ്ജു സാംസൺ പറയുന്നുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു മൊമെന്റം തിരികെ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ ദ ഡ്രസ്സിംഗ് റൂം ഇസ് കോൺഫിഡന്റ് എന്ന് കൂടി ക്യാപ്റ്റൻ സഞ്ജു സാംസൺ പറയുന്നു. അതെ, തീർച്ചയായിട്ടും നമുക്കറിയാം, തുടർ തോൽവികളിൽ വലഞ്ഞു പോയ രാജസ്ഥാൻ റോയൽസിന് ഇന്നലെ ആ ഒരു എലിമിനേറ്റർ പോരാട്ടത്തിൽ നിർണായക മത്സരത്തിൽ RCBക്കെതിരെ വിജയിക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും ആ ഒരു മൊമെന്റം അവർക്ക് തിരികെ പിടിക്കാൻ സഹായിച്ചിട്ടുണ്ടാവണം. ആ ഒരു കോൺഫിഡന്റ് അവർക്ക് മുറുകെ പിടിക്കാൻ സഹായിച്ചിട്ടുണ്ടാവണം. എന്തായാലും സഞ്ജുവിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് ഇതൊക്കെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നാളെ SRച്ചിനെതിരെ രാജസ്ഥാൻ റോയൽസിന് മത്സരമുണ്ട്. തീർച്ചയായിട്ടും ക്വാളിഫയർ 2 എന്നൊക്കെ പറയുമെങ്കിൽ കൂടി അതും ഒരു കണക്കിന് എലിമിനേറ്റർ പോരാട്ടം തന്നെയാണ്. കാരണം തോറ്റാൽ പുറത്തേക്ക് പോവേണ്ടി വരും, വിജയിച്ചാലാവട്ടെ ഫൈനലിലേക്ക് എത്താനും പറ്റും. തീർച്ചയായിട്ടും രാജസ്ഥാൻ റോയൽസിന് അത് സാധിക്കുമോ? കാത്തിരുന്ന് കാണാം. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.